ആഹാ. കിട്ടി കിട്ടി കിപ്പടിച്ചു. പേരെന്താ? സ്ട്രീമറാ? സ്ട്രീമറല്ല, ഞാൻ ജസ്റ്റ് വയലിനിസ്റ്റാ. വായിക്കോ? വായിക്കും. ഞാൻ ഇന്നൊരു പുതിയൊരു കവർ ട്രൈ ചെയ്ത്, അത് ഞാൻ വായിച്ചേപ്പിക്കട്ടെ. ഓക്കെ വെയിറ്റ്. കവർ കെട്ടി അറിയാലോ ഇത്. ഓക്കെ ചേട്ടെ. ഓ ഓക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ, അഭിപ്രായം പറയണേ. ഷുവർ. റീലായിട്ട് ഇടുന്ന സീനുണ്ടോ? പ്രശ്നമുണ്ടോ? ഇല്ല. ആണോ? ഓക്കെ. ആഹാ. വെരി നാച്ചുറൽ. ഇത് കൊള്ളാം. ഇത് കത്തി. ഹലോ. സൂപ്പർ. എങ്ങനെയുണ്ട്? ഹലോ. ഇതാകുമ്പോ ഒരു മറ്റേ ഒരു പെണ്ണുണ്ടല്ലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സോങ്. കൺസേർട്ട് നടത്തുന്ന വയലിനിസ്റ്റിന്റെ. അത് തന്നെ അതാണ് വായിച്ചത്. അല്ല, ഞാൻ എന്റെ കവറായിട്ടില്ല, ഞാൻ അത് പേര് പറടാ. നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച്. പറയ്. താങ്ക് യു. പേരെന്തായിരുന്നു? ഐശ്വര്യ. ഓക്കെ. നല്ല ഐശ്വര്യമുള്ള പേരും. കണിയാൻ പറഞ്ഞ ഇതാണോടാ. ഫസ്റ്റ് കേട്ടപ്പോ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇത്ര സൂപ്പർ ആയിട്ട് വായിക്കുമെന്ന്. താങ്ക് യു സോ മച്ച്. നാളെ ഇതാരെങ്കിലും വെട്ടി കണ്ടന്റ് ആക്കുമ്പോ ഇവർ കാണുന്നുള്ള അവസ്ഥ. അതെ, ഞാനൊരു സ്ട്രീമറാണ്. ചാനലിന്റെ പേര് ലൈവാണോ? ലൈവാണ്. ചാനലിന്റെ പേരെന്താ? ഇതൊരു ചാനലിന്റെ പേര്. അടിക്ക് ജർമ്മൻ കണ്ണാപ്പി. ഇത് രണ്ടാമത്തെ ചാനലിന്റെ പേര്. രണ്ടും സെർച്ച് ചെയ്യണേ. ഇതിലിപ്പോ ഏതാ ലൈവ് പോകുന്നത്? ആദ്യത്തെ ചാനൽ. ജർമ്മൻ കണ്ണാപ്പി. 24 hours സ്ട്രീം. 24 hour. ഇന്നലെ 24 hour ഇട്ടാ കുറെ നാൾക്ക് ശേഷം. ഇത് അത്യാവശ്യം കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടല്ലോ. അപ്പൊ 1200 വരെയുള്ളു. ഐശ്വര്യ, ഞാൻ റീലൊന്നും ഇടാറില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ, ഞാൻ റീലൊന്നും ഇടാറില്ല. റീലൊന്നും അങ്ങനെ ഇടാറില്ല. ഇനി അടുത്ത മറ്റേ ചാനലോടെ ചെക്ക് ചെയ്ത് നോക്കിയോ? നോക്കുന്നുണ്ട് ഇവൻ. ഓക്കെ. ഇത് പഠിക്കുന്നതാണോ? ഏതിതോ? ഇത് ഇവിടെ ഹായ് ഐഷു നോയ്യേ. ഇവിടെ ചാറ്റിലുള്ളവന്മാര് ഹായ് ചേച്ചി ഒന്നല്ല, വലിയ പ്രായമൊന്നുമില്ല. നല്ല പ്രായമുണ്ട്. ഹായ് ഐശ്വര്യ ഫേക്ക് ആണോ? ഹായ് ഐശ്വര്യ വീട് എവിടെയാ? ഉടായിപ്പാന്നൊക്കെ പറയുന്നത് അത് ചുമ്മാ, അത് ചാറ്റിലുള്ള വെച്ചോ അവന്മാര് വെച്ചോ. അത് ശരിക്കും വായിച്ചതാണോ? പിന്നെല്ലാം ഞാൻ എന്തിനു വെച്ചതാ? വായിച്ചാണ് കുട്ടി. ഒന്നുകൂടി വായിക്കും. അതിനെന്തോ വായിക്കല്ലോ. ഓക്കെ, ഒന്നുകൂടെ വായിച്ചേപ്പിക്കാൻ പറ്റി. കുട്ടി അവിടെ പ്ലേ അല്ലേ? ഞാൻ വായിക്കട്ടെ. ഓക്കെ, നേരത്തെ വായിച്ചത് വേണ്ട, വേറെ മതി. ഞാൻ വേറെ പേര് വായിക്കും. ഐശ്വര്യ അത് ഒരു എക്സ്പെരിമെന്റ് നടത്തിയ. ഫസ്റ്റ് ഐശ്വര്യാണ് സ്കാം ആയത് അതില്. അതെ, എനിക്ക് മനസ്സിലായി. എന്തായാലും പെട്ടെന്ന് വിശ്വസിക്കത്തില്ല ഇനിയും. അതിന്റെ തുടക്കം കേട്ടോ, തുടക്കമാണ് ഒറിജിനൽ ആണല്ലേ? അത് കഴിയുമ്പോ ബാക്കി പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്തായാലും. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ എന്താ അറിയോ, ആ തുടക്കത്തിന്ന് തുടങ്ങിയപ്പോ അതിൽ ചെറിയ റിയലിസ്റ്റിക് കുറവുണ്ടായി. ബട്ട് ഞാൻ വിചാരിച്ചു ശരിക്കും വായിച്ചായിരിക്കും. നല്ലത് കണ്ടാ നല്ലതെന്ന് പറയണമല്ലോ അല്ലേ? അത് ശരിയാണ്. ഓക്കെ, ഐശ്വര്യ പോയിട്ട് വരട്ടെ.
ഓക്കെ ട്ടോ ശരി See you. ബൈ ബ്രോ ഹലോ ബ്രോ ഇത് നമ്മുടെ വയലിനെ ബ്രോ റിയാക്ഷൻ ഒക്കെ എടുക്കുവായിരുന്നു ബ്രോ ഒന്ന് ബ്രോ ഒന്ന് കാണിക്കാവുന്ന കാണിക്കാം മൈക്കേ മൈക്ക് ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ബ്രോ വേറൊരു പാട്ടിന്റെ കൂടി ഒന്ന് കാണിക്കാവോ എന്താണ് ബ്രോ അല്ലോ കേൾക്കുന്നില്ല റേഞ്ച് പോയാലോ ബ്രോന്റെ വയലില്ലേ വേറെ പാട്ടില്ലേ ബ്രോ ഇപ്പൊ ഇത് മാത്രമേ പഠിച്ചുള്ളൂ അല്ല ബ്രോ അല്ല ബ്രോ നന്നായിട്ടുണ്ട് തുടങ്ങുമ്പോഴേ മറ്റേ ശങ്കർദാസ് ഉണ്ടാവാൻ പറ്റില്ല എനിക്ക് സോറി അല്ല ബ്രോ നന്നായിട്ടുണ്ട് വേറെ ഏതെങ്കിലും കൂടി ഒന്നോ രണ്ടോ കൂടി നോക്കാം ബ്രോ നോക്കാം അടുത്ത ബ്രോ അടുത്ത പ്രാവശ്യം വരുമ്പോ പഠിച്ചു അല്ല ബ്രോ വേറെ എന്തെങ്കിലും കൂടി സാർക്ക് കേക്കാവോ ബ്രോ അല്ല പറ്റുന്നില്ല അത് പഠിച്ചില്ല ചന്ദ്രൻ നിന്നെ വെട്ടും ഉറപ്പാ ബേസിക്സ് ആണല്ലേ അതൊക്കെ കേട്ടാ കൊള്ളായിരുന്നു കേട്ടോ ഓ പൊടാ തള്ളയവിളി ഉണ്ണേ അവന്റെ അവരാ ഞാൻ പറഞ്ഞതാ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കണുണ്ടോ നീ ഞാൻ ഒരു കുഞ്ഞു വയലിനിസ്റ്റ് ആണ് ഓക്കെ ഇഫ് യു ഡോണ്ട് മൈൻഡ് കേൾക്കുന്നതിന് കുഴപ്പമില്ലല്ലോ പഠിക്കോ ഓക്കെ ഇവക്ക് ഡൗട്ട് ഉണ്ട് ഇവക്ക് ദസുണ്ടേ ഇവക്ക് ദസുണ്ട് കൊള്ളാം താങ്ക് യു നിങ്ങളൊന്ന് പഠിക്കണോ ഹോസ്റ്റലേഴ്സാണോ ഇവക്ക് ദസുണ്ട് ഇപ്പോഴും ദസുണ്ട് ഇവക്ക് ഏവിയേഷനോ ഇവന്റെ വളർന്നു വരുന്ന എയർ ഹോസ്റ്റസ് ആണല്ലോ പിന്നെ ഞാൻ ലൈഫ് സീനുണ്ടോ സീനുണ്ട് ഓമ്പിച്ച് സീനുണ്ട് ഞാൻ ലൈവ് സ്ട്രീം ആണ് ശരിക്കും തമാശയല്ല അയ്യോ അങ്ങനെ ഐഡി തപ്പിക്കൊണ്ടിരിക്കല്ലേ സാർക്ക് ഞാൻ കണ്ടോണ്ടിരിക്കുക അപ്പുറത്ത് ലൈവ് ശരി ശരി ബൈ എന്നും ചെയ്യണം മനസ്സിലായില്ലേ ഹലോ മനസ്സിലായോ ഹലോ ഞാനൊരു വയലിനിസ്റ്റ് ആണ് ഞാൻ കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് ഇതാക്കി തരട്ടെ Oh, nice. I know this song. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ഇത് പഠിക്കാണോ? അല്ലല്ല വർക്ക് ചെയ്യുക. ഓക്കെയാണ്. എവിടാണ്? ഇവിടെ കൊച്ചിയിലാണ്. കൊച്ചിയിൽ എവിടെ? ഇൻഫോ പാർക്കിൽ. ഓക്കെ. ഞാനും കൊച്ചിയിലാണ്. കൊച്ചിയിൽ എവിടാ? കലൂർ. ഓ എന്റെ വീട് കോലഞ്ചേരിയിലാ. കോലഞ്ചേരിയിലാണോ? കോലഞ്ചേരി എവിടെ? കോലഞ്ചേരി തന്നെ. ഓക്കെ. സെന്റ് പീറ്റേഴ്സിലായിരിക്കും പഠിച്ചല്ലേ? അല്ല. പിന്നെ? VIT. VITയിലാണോ പഠിച്ചത്? ഓക്കെ. ഞാൻ ചെറുതായിട്ട് ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു. സീനുണ്ടോ? മുഖം കാണിക്കാത്ത എന്ത് സീൻ? കുഴപ്പമില്ലല്ലേ? ഓക്കെ.
ആ ഞാൻ കുറച്ച് മുന്നേ ഒരാളെ കണ്ടു ലൈവ് ആരാണ്? സ്ട്രീമിംഗ് ചെയ്യുന്നു. മാടൻ. മാടനാ? ആ ഇവന്മാർക്കൊക്കെ നീ ഒരു ചാനൽ പ്രാങ്ക് നല്ല പേരിടുമ്പോ നല്ല പേരിട്ടൂടെ? അതെ 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 what matter with that? നല്ല ഏ? പേരാണല്ലോ. ആ അതെ അതെ ഓക്കെ അതെ അപ്പൊ കുഴപ്പമില്ല. We are going to get married soon. ആര്? മാടൻ. മാടൻ പുള്ളി ആ മാരന്റെ കല്യാണം ഓ നടക്കാൻ പോണെന്ന് മാടന്റെ മനസ്സിലായില്ലേ? കല്യാണം ഉടനെ കല്യാണം നടക്കാൻ പോകുന്നോ? എന്റെ അല്ല, like we both, വി ബോത്തോ? not you. ആ ഞാനല്ല, ആ ബോത്ത്, നിങ്ങൾ ബോത്താ? ആ. ഏ? ഏ? What? ഏ? What's wrong? What? ഏ? അത് മനസ്സിലായില്ല അത് അല്ല, He എനിക്ക് believed മനസ്സിലായില്ല. it. കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. ടീച്ചറാ, ഏ? ടീച്ചറാ. ടീച്ചറാന്നാ? ആ എന്ത് പറഞ്ഞിപ്പോ? അതല്ല കുട്ടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? You believed it, right? നോ നെവർ. ഒരിക്കലും ഇല്ല. Why? കാരണം എനിക്ക് മാടനെ അറിയാം. ഓഹോ, എന്തേലും ഉണ്ടെങ്കിൽ അവൻ അല്ലല്ലോ പറയും. പുള്ളിയുടെ ലൈവ് പോയി നോക്കൂ, അതിലുണ്ടല്ലോ. ഓ അങ്ങനെ. പ്രാങ്ക് ഉം. പ്രപ്പോസൽ ഓ പ്രാങ്ക് ആണല്ലേ? ഓക്കെ 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 ഓക്കെ. കുട്ടി, ഞാൻ എന്റെ ചാനലിന്റെ എന്നാ? അയച്ചു തരാം. കുട്ടി ചെക്ക് ചെയ്തോ. Okay, ഇതെന്റെ ലൈവ് സ്ട്രീമിംഗ് ചാനൽ, ഇതെന്റെ okay, പോഡ്കാസ്റ്റ് ചാനൽ, okay. ഇതാണ് എന്റെ പോഡ്കാസ്റ്റ് ചാനൽ, ഓ, ഇത് ഇൻസ്റ്റ. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ലൈക് ദ കോണ ദ പോഡ്കാസ്റ്റ്. യാ, എന്റെ ഓണറാണ് ഇരിക്കുന്നത് കുട്ടിയുടെ ഫ്രണ്ടിൽ. ലൈക് രണ്ട് ഓണറിൽ ഒരാൾ. ഈഗിൾ ഗെയിമിങ്ങിന്റെ കൂടെ ഉള്ളാണോ? ഈഗിൾ ഗെയിമിംഗ് എന്റെ ചേട്ടനാ. ചേ, ഇപ്പൊ ഫോൺ വിളിച്ചെടുക്കും. വേണ്ട, വിളിക്കണ്ട. അമ്മാതിരി കോണ്ടാക്ട് ഞങ്ങള്. നന്നായി. ആ പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതില്, ഏതില്? ആ പോഡ്കാസ്റ്റില്. കുട്ടി ആ പോഡ്കാസ്റ്റ് എടുത്ത് നോക്ക്, ചാനൽ എടുത്ത് നോക്ക്, അതിനകത്തുണ്ട്. ചാനൽ എടുത്ത് നോക്ക് കുട്ടി. ആ ഓക്കെ. ആ എടുത്ത് നോക്ക്. പക്ഷെ കട്ടായി പോയില്ലേ ഞാൻ ബാക്ക് അടിക്കുമ്പോ? ബാക്ക് അടിക്കുമ്പോ ഫോൺ യൂസ് ചെയ്യുന്ന കട്ടായി പോവോ? കട്ടായി പോവോ കുട്ടി? കട്ടായി പോവും. പിന്നെ ആ നോക്കിയാ അതാണ്. കാണാന്ന് പറ. കുട്ടി ഇത് എത്ര ആളുണ്ട് ലൈവില്? ലൈവിൽ ഇപ്പൊ 1600 പേര് കാണുന്നുണ്ട്. നൈസ്. പേരെന്താ? എന്റെയോ? ആ. എന്റെ പേര് ദേവദത്ത്. ഓ വാവ്, നൈസ്. എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഓ ഞാൻ ഗസ് ചെയ്യണം. യാ, യു ഹാവ് ടു ഗസ്. 23. 23? ആഹാ. 20 കഴിഞ്ഞേ ഉള്ളു, എന്നിട്ട് 21 ആണെന്നാ അവൻ പറയണത്. 22. നിയർലി ഗസ്. ആ ഒരു വയസ്സ്. ആ കുട്ടി എനിക്ക് ഏകദേശം ഒരു 20. കുട്ടി എത്ര ഏജ്? I'm 24. 24. എടാ എന്റെ കണിയാൻ പറഞ്ഞ ഇതാ കൊച്ച്. 25 ആണ് കുട്ടി. എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു. ആണോ? യെസ്. പക്ഷെ ഏകദേശം 2 വയസ്സിന് ഡിഫറൻസ്. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡിഫറൻസ്. ബിഗ് ഡീൽ. പിന്നെ ഇവിടെ സത്യം പറഞ്ഞ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ മൂത്ത ഒരാളെ നോക്കുന്നതാണ്. അതാകുമ്പോ അവര് നമ്മളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുമല്ലോ. അങ്ങനല്ലേ സാറൊക്കെ? അതെ അതെ, അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. എന്തും പറഞ്ഞേ? ഇൻഫോ പാർക്കിൽ എവിടാണ് വർക്ക് ചെയ്യുന്നത്? ഇൻഫോ പാർക്ക്. ഞാൻ ആമസോണിലാ. ആമസോണില ഡെലിവറി ബോയ് വേണമെന്ന് പേര്. ആമസോണിലാണ് വർക്ക് ചെയ്യുന്നേ? ഇതെന്ത് പെട്ടെന്ന് ബോധോദയം വന്ന പോലെ? അല്ലല്ല, പെട്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ചാറ്റൊക്കെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ആമസോണിലാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ കുട്ടി ഞാനിപ്പോ ഒരു ആ കാര്യം പറഞ്ഞു. കുട്ടിയെടുത്ത് പറയാം. പറഞ്ഞു. കുട്ടി അത് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെ അടുത്ത് പറയണം. ഞാൻ പറയുന്നതിന്റെ ഓക്കെ. യെസ് പറഞ്ഞാൽ നോ പറയണം. മനസ്സിലായോ? വിദ്യാഭ്യാസമുള്ള കൊച്ചാ. ഓക്കെ. കുട്ടി ഫുഡ് കഴിച്ചോ? ഇല്ല. ഫുഡ് കഴിച്ചില്ല.
ഫുഡ് കഴിച്ചില്ലാന്ന് ഞാൻ പറയണോ? ആ ഞാൻ ഫുഡ് കഴിച്ചു, എന്റെ കുട്ടി ഫുഡ് കഴിച്ചില്ല എന്ന് പറയണം, മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഓക്കെ 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 ഓക്കെ. കുട്ടി ഫുഡ് കഴിച്ചോ? ചോദിക്കണേ. ഞാൻ ഫുഡ് കഴിച്ചില്ല. ആ, കുട്ടി പഠിച്ചോ? ഞാൻ പഠിച്ചിട്ടില്ല. ആ ആ, ആ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് എന്റെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അല്ല കുട്ടിയെ ലൈക്ക് ദാറ്റ്, ലൈക്ക് ദാറ്റ്, ലൈക്ക് ദാറ്റ്. മതി മതി മതി. എന്തേ? മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു ആഗ്രഹമാ. It's a game, right? എന്താണ് പിന്നെ മുഖം കാണാത്ത പെൺകുട്ടി ഇതൊക്കെ റിയൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ? കണ്ണാപ്പി. പിന്നെ അല്ല. അതാ. ആ, പക്ഷേ കുട്ടിയുടെ വോയിസ് ഇട്ട് 24 വർഷമായി വയസ്സായിട്ടുണ്ടെന്നേ പറയത്തില്ല കേട്ടാ. മകൻ അതെന്താ? അല്ല ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാണ്. ഓ അങ്ങനെ. ആ ഓക്കെ ഓക്കെ. അറേ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. ഓ ഓക്കെ നമ്മളിങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കുന്ന നല്ലതെന്നല്ലേ പറയുന്നത്? അത് സ്വീകരിക്കുന്നത് നല്ലതാണല്ലോ. യെസ്, അത് സ്വീകരിക്കുന്നത് നല്ലതാണ്. ആ, പിന്നെ ഫുഡ് കഴിച്ചായിരുന്നാ? ഒറ്റ കുട്ടി. ഇത് ഗെയിം അല്ലല്ലോ. അല്ല ഗെയിമല്ല. ഇറ്റ്സ് ഓക്കെ. പിന്നെ കുട്ടി, പറഞ്ഞോ. ഞാൻ മെന്റലിസ്റ്റോടാണ്. വാവ്, ദാറ്റ്സ് നൈസ്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോയി. എന്നാലും ഞാൻ ലാസ്റ്റ് ഞാൻ ചെയ്തായിരുന്നു മെന്റലിസ്റ്റ്. ലാസ്റ്റ് ചെയ്തത് ഞാൻ ആലോചിച്ചു. പക്ഷെ കുട്ടിക്ക് 24 വയസ്സാന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കേട്ടാ. പക്ഷെ കുട്ടിയുടെ ശബ്ദം അങ്ങനെയല്ല. വിശ്വസിക്കണം. ഈ കുട്ടി യുവർ റിയൽ നെയിം, യുവർ ഗുഡ് നെയിം പ്ലീസ്. നില. എന്തേ? കൊള്ളാം. ഓർത്തോന്ന് മെന്റലിസം. ഞാൻ ആലോചിച്ചു സാറേ. യെസ്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ? പോവാണോന്നല്ലേ ഇപ്പൊ ചോദിക്കാൻ വരുന്നേ? ഹലോ.